പാലായിലെ ഒരു പെരുന്നാൾ ദിനം 40 വർഷം മുൻപാണ്. ഇന്നത്തെ പോലെ നാട്ടിലുള്ള ചെറുപ്പക്കാർ വിദേശത്തേക്ക് കുടിയേറി തുടങ്ങിയ സമയമല്ല. പള്ളിപ്പെരുന്നാളും മറ്റും നടക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരെല്ലാം അവിടെ ഉണ്ടാകും. പള്ളിമുറ്റത്ത് ഗാനമേള അരങ്ങ് തകർക്കുകയാണ്. എന്നാൽ ഈ ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി 3 ചെറുപ്പക്കാർ ഗൗരവമേറിയ ചർച്ചയിലാണ്. ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ അന്നത്തെ തലമുറയുടെ ആശങ്കകൾ തന്നെയായിരുന്നു ആ ചെറുപ്പക്കാരെയും പിടികൂടിയിരുന്നത്. പഠനം കഴിഞ്ഞു, ഇനി എന്ത്? അക്കൂട്ടത്തിൽ ഒരാൾക്ക് താൽക്കാലികമായി പാരലൽ കോളേജിൽ അധ്യാപക ജോലിയുണ്ട്. ബാക്കി 2 പേരും തൊഴിൽ രഹിതർ. ഇനി എന്ത് എന്ന ചിന്തകൾക്കൊടുവിൽ അവർക്കിടയിൽ ഒരാശയം പിറന്നു. നമുക്ക് സ്വന്തമായി എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാലോ? വെറും 22-23 വയസ്സ് മാത്രം പ്രായമുള്ള ആ മൂവർ സംഘത്തിന്റെ ആശയത്തെക്കുറിച്ച് ഇന്ന് അറിയാത്ത ഇന്ത്യക്കാർ കാണില്ല. അതെ, ആ രാത്രി പിറന്നത് ബ്രില്യന്റ് എന്നറിയപ്പെടുന്ന ബ്രില്യന്റ് സ്റ്റഡി സെന്റർ എന്ന ആശയമാണ്. സെബാസ്റ്റ്യൻ ജി മാത്യു, ജോർജ് തോമസ്, സ്റ്റീഫൻ ജോസഫ് എന്നിവരായിരുന്നു ആ മൂവർ സംഘം. കേവലം 400 രൂപ മാസവാടകയുള്ള കെട്ടിടത്തിലായിരുന്നു ബ്രില്യന്റിന്റെ തുടക്കം. വിരലിലെണ്ണാവുന്ന കുട്ടികൾ മാത്രമായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. 500 ചതുരശ്രയടി വിസ്തീർണമുള്ള വാടക കെട്ടിടത്തിൽ 1500 രൂപയായിരുന്നു മൂലധനം. പാലായ്ക്കടുത്ത് അരുണാപുരത്ത് സെയിന്റ് തോമസ് കോളേജിന്റെയും അൽഫോൺസ കോളേജിന്റെയും സമീപത്താണ് ബ്രില്യന്റിന്റെ ആദ്യ സെന്റർ. ഒരു ചെറിയ കമ്പ്യൂട്ടർ സെന്റർ ആയിരുന്നു അവിടം. ഈ കെട്ടിടമാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ രൂപപ്പെട്ടത്. 2ാം വർഷം ഫിസിക്സ് പഠിപ്പിക്കാൻ ഒരാൾ കൂടി ഇവർക്കിടയിലേക്ക് വന്നു. മരങ്ങാട്ടുപള്ളിക്കാരനായ MSc ഫിസിക്സും BEdും നേടിയ സന്തോഷ് കുമാർ. അധ്യാപകനായാണ് വന്നതെങ്കിലും പിന്നീട് ഈ മൂവർ സംഘത്തിലേക്ക് സന്തോഷ് കുമാറും ചേർന്നു. അങ്ങനെ മൂവർ സംഘം 4 പേരുടെ കൂട്ടായ്മയായി. ട്യൂഷൻ സെന്ററായി തുടക്കമിട്ട ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പിന്നീട് പടിപടിയായി വളരുന്നതിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ പരിശീലന രംഗത്തെ മുൻനിര സ്ഥാപനമായി ഇന്ന് ബ്രില്യന്റ് മാറിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയുമാണ് ബ്രില്യന്റ് രാജ്യത്തിന് സംഭാവന ചെയ്തിരിക്കുന്നത്. തൽക്കാലം പിടിച്ചു നിൽക്കാൻ തുടങ്ങിയ ഒരു ട്യൂഷൻ സെന്റർ ഈ 3 പേരുടെ മാത്രമല്ല, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും തലവരെയാണ് മാറ്റിയെഴുതിയത്. അന്നത്തെ ആ ചെറുപ്പക്കാർ ഇന്നും ചുറുചുറുക്കോടെ അതേ പാഷനോടെ ബ്രില്യന്റിനൊപ്പമുണ്ട്. ട്യൂഷൻ പഠിക്കാൻ വന്ന കുട്ടികളുടെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പഠിപ്പിക്കാമോ എന്ന ചോദ്യമാണ് മറ്റൊരു തലത്തിലേക്കുള്ള ബ്രില്യന്റിന്റെ വളർച്ചയ്ക്ക് തുടക്കമിട്ടത്. 1986-ൽ എൻട്രൻസ് പരിശീലനവും തുടങ്ങി. ആദ്യമായി എൻട്രൻസ് എഴുതിയ 10 പേരിൽ 4 പേർക്ക് എഞ്ചിനീയറിംഗും ഒരാൾക്ക് മെഡിസിനും സീറ്റ് ലഭിച്ചു. ഇതോടെ എൻട്രൻസ് പരീക്ഷ പാസ്സായ കുട്ടികളുടെ ഫോട്ടോകൾ സംഘടിപ്പിച്ച് നോട്ടീസുകൾ അടിച്ച് വിതരണം ചെയ്തു തുടങ്ങി. ഈ 4 സംഘം തന്നെയാണ് സമീപത്തെ കോളേജുകളിലും മറ്റും നോട്ടീസ് വിതരണം ചെയ്തത്. എന്താണ് വിജയരഹസ്യം എന്ന് ചോദിച്ചാൽ 4 പേരും ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്: ബ്രില്യന്റ് എന്നാൽ ഇവർക്കൊരു ബിസിനസ് അല്ല, തങ്ങളുടെ സ്വപ്നങ്ങളും സന്തോഷവും ഒന്നുചേരുന്ന ക്യാമ്പസ് ആണതെന്ന് അവർ പറയും. ഒരു ക്ലബ് മെമ്പർഷിപ്പോ വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിനോദയാത്രയോ ഒന്നുമല്ല ഞങ്ങളുടെ എന്റർടൈൻമെന്റ്. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഇവിടെയാണ്, കുട്ടികൾക്കൊപ്പം ആയിരിക്കുന്നതിലാണ്, അവരുടെ സ്വപ്നങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുന്നതിലാണെന്ന് 4 പേരും പറയുന്നു. ബ്രില്യന്റിന്റെ ഓരോ കാര്യങ്ങളും 4 പേരുടെയും മേൽനോട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. രാവിലെ 9-ന് ക്യാമ്പസിലെത്തിയാൽ രാത്രി 9-ന് മടങ്ങുന്നത് വരെ എല്ലാ കാര്യങ്ങളിലും ഈ 4 സംഘത്തിന്റെ കണ്ണെത്തും. അത് അക്കാഡമിക് കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഭക്ഷണം മുതൽ കുട്ടികളുടെ ഹോസ്റ്റലിലെ താമസം വരെ അവർ കണ്ടറിഞ്ഞ് മനസ്സിലാക്കും, ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. 2000-ഓടെ മുത്തോലിയിൽ സ്വന്തം ക്യാമ്പസിലേക്ക് മാറി. റിസൾട്ടിനായി ഏതറ്റം വരെ പോകാനും 4 പേർക്കും ഒരു മടിയുമില്ലായിരുന്നു. എൻട്രൻസ് പരിശീലനം തുടങ്ങിയ സമയത്ത് ഗ്രേസി മത്തായി എന്ന പ്രഗത്ഭയെ ബ്രില്യന്റിന്റെ ഭാഗമാക്കിയതും ഈ കഠിനാധ്വാനം കാരണമാണ്. പ്രായാധിക്യത്താൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടിയിരുന്ന ഗ്രേസി മത്തായിയെ 4 സംഘത്തിലുള്ളവർ മാറി മാറി വീട്ടിലെത്തി കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു പതിവ്. ഫാദർ ആന്റണി നിരപ്പേൽ കാഞ്ഞിരപ്പള്ളിയിലേക്ക് ബ്രില്യന്റിനെ ക്ഷണിച്ചത് വലിയൊരു വഴിത്തിരിവായെന്ന് 4 പേരും പറയുന്നു. സ്കൂളിലെ പഠനത്തിനൊപ്പം എൻട്രൻസ് പരിശീലനവും ലഭിച്ച കുട്ടികൾ തിളക്കമാർന്ന വിജയം നേടി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ബ്രില്യന്റിലേക്ക് ഒഴുകിയെത്താൻ ഇത് കാരണമായി. ഇതിനിടെ ബ്രില്യന്റിന്റെ സാരഥികൾക്ക് സർക്കാർ ജോലിയും ലഭിച്ചു. SI സെലക്ഷൻ കിട്ടിയ സെബാസ്റ്റ്യൻ ഒഴികെ 3 ജോലിയിൽ പ്രവേശിച്ചു. ജോർജും സ്റ്റീഫനും ഹൈസ്കൂൾ അധ്യാപകരായി. സന്തോഷ് KSFയിലും. 10 വർഷത്തോളം സെബാസ്റ്റ്യൻ ബ്രില്യന്റിനെ നയിച്ചു. ജോലിയിൽ നിന്ന് രാജിവെച്ച് പിന്നീട് 3 തിരിച്ചെത്തുകയായിരുന്നു. വളർച്ചയുടെ അടുത്ത പടവിലേക്ക് കയറിയ ബ്രില്യന്റ് പിന്നീട് പ്രവർത്തനം വിപുലമാക്കി. മുത്തോലിയിലെ ക്യാമ്പസും വിശാലമായി. സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലും ശാഖകൾ തുറന്നു. ഇപ്പോൾ പാലായ്ക്ക് പുറമെ എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം, കോട്ടയ്ക്കൽ, കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ എന്നിവിടങ്ങളിൽ ബ്രില്യന്റ് സ്റ്റഡി സെന്ററുകളുണ്ട്. ഖത്തറിൽ ഇന്റഗ്രേറ്റഡ് കോച്ചിങ്ങുമുണ്ട്.
ദുബായിൽ ഓഫീസും പ്രവർത്തിക്കുന്നു. പൂർണ്ണമായും ക്ലാസ് റൂമുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശീലനമായിരുന്നു ബ്രില്യന്റിന്റേത്. കോവിഡ് വ്യാപന നാളുകളിൽ പെട്ടെന്ന് അത് നിലച്ചു. ആ പ്രതിസന്ധി മറികടക്കാൻ ബ്രില്യന്റിലെ ടീം അംഗങ്ങൾ തന്നെ മുൻകൈയെടുത്താണ് ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങിയത്. വളരെ പെട്ടെന്ന് തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം സജ്ജമാക്കി. മുത്തോലി ക്യാമ്പസിൽ സ്റ്റുഡിയോകളും തുറന്നു. ഇന്ന് 30ഓളം സ്റ്റുഡിയോകൾ ഇവിടെയുണ്ട്. കോവിഡ് കാലത്തോടെ ലോകത്തെവിടെയിരുന്നും ബ്രില്യന്റിന്റെ ക്ലാസ്സിൽ പഠിക്കാമെന്നായി. വളർച്ചയുടെ അടുത്ത ഘട്ടം അവിടെ നിന്നാണ്. ഇപ്പോൾ ഓൺലൈനായും ഓഫ്ലൈനായും 90,000-ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അധ്യാപകരും അനധ്യാപകരുമായി 3,500-ഓളം ടീം അംഗങ്ങളും. ലോകത്ത് എവിടെയിരുന്നും പഠിക്കാൻ സാധിക്കുന്ന AI അധിഷ്ഠിത ലേണിംഗ് ആപ്പാണ് സജ്ജമാക്കിയിരിക്കുന്നത്. കുട്ടികളുടെ സംശയ നിവൃത്തിക്കായി കുറ്റമറ്റ സംവിധാനമാണ് ഇതിന്റെ സവിശേഷതകളിൽ ഒന്ന്. രാജ്യത്തെ എല്ലാ സമുന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും വിദ്യാർത്ഥികളെ എത്തിക്കാനുള്ള പരിശ്രമമാണ് ബ്രില്യന്റ് തുടരുന്നത്. മുത്തോലിയിലെ ബ്രില്യന്റ് ക്യാമ്പസിൽ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ 15,000-ലേറെ കുട്ടികളാണ് പഠിക്കുന്നത്. ഒരു വർഷം നീളുന്ന ഈ കോഴ്സും അതിനായി എത്തുന്ന കുട്ടികളും മാറ്റിയത് മുത്തോലിയുടെ മുഖച്ഛായയാണ്. ബ്രില്യന്റിന്റെ മുത്തോലി ക്യാമ്പസിന്റെ പരിസര പ്രദേശങ്ങളിലായി 30 മുതൽ 500 വരെ കുട്ടികൾ താമസിക്കുന്ന 155ഓളം ഹോസ്റ്റലുകളുണ്ട്. സ്വന്തം വീട് തന്നെ ഹോസ്റ്റലാക്കിയവർ മുതൽ കെട്ടിടങ്ങൾ കെട്ടി ഹോസ്റ്റൽ സൗകര്യമൊരുക്കിയവർ വരെയുണ്ട്. നിശ്ചിത മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഹോസ്റ്റലുകൾ പ്രവർത്തിക്കുന്നത്. ഹോസ്റ്റൽ ഫീസ് മുതൽ മെനു വരെ ഏകീകരിച്ചിട്ടുണ്ട്. ഹോസ്റ്റൽ ഫീസ് ഇനത്തിൽ മാത്രം പ്രതിമാസം കോടിക്കണക്കിന് രൂപയാണ് ഇവിടേക്ക് എത്തുന്നത്. ബ്രില്യന്റിൽ പഠിക്കാനെത്തുന്ന കുട്ടികളെ മാത്രം ആശ്രയിച്ച് സ്റ്റേഷനറികൾ വിൽക്കുന്ന ചെറുകട മുതൽ സൂപ്പർ മാർക്കറ്റുകളും ബേക്കറികളും എല്ലാം മുത്തോലിയിൽ പ്രവർത്തിക്കുന്നു. പഠിക്കാനെത്തിയ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി മാത്രമല്ല, ഒരു നാടിന്റെ മുഖച്ഛായ തന്നെ ബ്രില്യന്റ് മാറ്റിയെന്നതാണ് സത്യം. ദിസ് ഈസ് ധനം ബ്രാൻഡ് സ്റ്റോറി. മറ്റൊരു ബ്രാൻഡിന്റെ കിടിലൻ കഥയുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ബൈ. ബ്രാൻഡ് കഥ.